കൊല്ലത്തും ശക്തമായ മഴ തുടരുകയാണ് എന്നാണ് അരുൺ രാജ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കടലേറ്റവും കടലാക്രമണ സാധ്യതയും ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വരികയാണ്. അരുൺ രാജ് ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, ജില്ലയിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? പ്രവിധ 42 വീടുകളാണ് ഇന്നലെ ജില്ലയിൽ തകർന്നതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. 2 വീടുകൾ പൂർണ്ണമായും 40 വീടുകൾ ഭാഗികമായും തകർന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥിതിവിവര കണക്കുകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചു വരികയാണ്. ഈ വൈദ്യുതി പല ഭാഗങ്ങളിലും ഇപ്പോഴും വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ KSEBിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം KSEB ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടറോഡുകളിലൂടെ പോകുമ്പോൾ വലിയ ജാഗ്രത വേണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇടറോഡുകളിൽ നിൽക്കുന്ന മരങ്ങൾ കടപുഴകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ശരി, അരുൺ രാജാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ. ശരി, അവിടെ തീരമേഖലയിൽ അതീവ ജാഗ്രത വെച്ച് പുലർത്തേണ്ടതുണ്ട്. അവിടെ കടൽക്ഷോഭത്തിനടക്കം സാധ്യത, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനോടകം അരുൺ രാജ് സൂചിപ്പിച്ചതുപോലെ 42 വീടുകൾക്ക് അവിടെ കേടുപാട് പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ 2 വീടുകൾ പൂർണ്ണമായി തകർന്നു പോകുന്ന നിലയുണ്ടായി. മരം വീണടക്കം ഉണ്ടായ അപകടങ്ങൾ, അതിൽ 40 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. ഇന്നും ശക്തമായ രീതിയിൽ തന്നെ മഴ ജില്ലയിൽ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്.